ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഒരു വെണ്ടയ്ക്ക പുളി ഉണ്ടാക്കാം. പാലക്കാട് സൈഡൊക്കെ വെണ്ടയ്ക്ക പുളി എന്നാണ് പറയുക. ചില നാടുകളിലൊക്കെ തീയല എന്നും ഇതിനെ പറയാറുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാമോളമാണ് വെണ്ടയ്ക്ക എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളിയാണെങ്കിൽ ഒരു 10-20 എടുക്കാം. ഞാനിവിടെ സവാളയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചെറുതായി തന്നെ മുറിച്ച് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇതുപോലുള്ള ചട്ടി വയ്ക്കാം. എപ്പോഴും ഇങ്ങനെയുള്ള കറികൾ ചട്ടിയിൽ വെക്കുന്നത് ടേസ്റ്റ് കൂട്ടും. ചട്ടി നല്ലപോലെ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും അതുപോലെ ഉള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റണം. ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയി കിട്ടാനും അതുപോലെ കറി എപ്പോഴും വഴറ്റി ഉണ്ടാക്കുന്നതാണ് രുചി കൂട്ടുന്നത്. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരമുടി തേങ്ങയാണ്. ഇത് നമുക്ക് വറുത്തരയ്ക്കാനുള്ളതാണ്. വെണ്ടയ്ക്ക നല്ലതുപോലെ വഴറ്റാം. അതിനായി ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ്. അതുകൂടെ ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കുന്നുണ്ട്. നമുക്കിനി തേങ്ങ വറുത്തരയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ അടി കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 2 സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇനി അതിലോട്ട് 1/2 സ്പൂണ് ഉലുവയും 1/4 സ്പൂണ് ജീരകവും 1/4 സ്പൂണ് കടുകും ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. നല്ലതുപോലെ പൊട്ടി വരട്ടെ. ഉലുവയും ജീരകവും എല്ലാം പൊട്ടിയതിന് ശേഷം ഞാനിവിടെ വറുത്തരയ്ക്കാനായി മുഴുവനായിട്ടുള്ള മല്ലിയും മുളകുമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടികളും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് തോന്നാറുള്ളത്. എന്തായാലും നമ്മൾ മിക്സിയിൽ അരയ്ക്കേണ്ടതല്ലേ. നല്ലതുപോലെ വറുക്കണം. മല്ലിയും മുളകും നല്ലതുപോലെ കളറ് മാറിയതിന് ശേഷം കണ്ടോ നല്ലതുപോലെ വറുത്തു. ഇനി നമുക്ക് അരമുടി തേങ്ങ കൂടെ ഇതിലിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. തേങ്ങ നല്ലതുപോലെ കളർ ചേഞ്ചായി വരും. ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കാം. നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ വെണ്ടയ്ക്ക നല്ലതുപോലെ തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വഴറ്റി കിട്ടാനായി ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങയും മല്ലിയും മുളകും ഒക്കെ നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ചട്ടി തുറന്ന് നോക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലതുപോലെ തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പുളിവെള്ളം കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. പുളിയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറി വരട്ടെ. പെട്ടെന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ പുളിയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറി വെണ്ടയ്ക്കയും അതുപോലെ തക്കാളിയും ഉള്ളിയിലുമൊക്കെ പുളി നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. തേങ്ങയും മല്ലിയും ഒക്കെ വറുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മിക്സിയിലുള്ള ബാക്കിയുള്ള പേസ്റ്റും കൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അലമ്പി ഒഴിക്കാം. ഇപ്പോൾ കറി കാണുമ്പോൾ നമുക്ക് വെള്ളം കൂടിയതായിട്ട് തോന്നും. ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. പച്ചമണമൊക്കെ തേങ്ങയുടെ പച്ചമണവും മാറണം കേട്ടോ. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങി.
ഇനി പ്രത്യേകിച്ച് നമുക്ക് കടുക് വറുത്തിടേണ്ട കാര്യമില്ല. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് കറി അടച്ച് വെക്കാം. ഇനി നമുക്കിത് ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാവുന്നതാണ്. ചാനൽ ഇഷ്ടമായാൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് കൂടെ തരാനും മറക്കരുതേ.